പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 7 ആംഗിൾ സം പ്രോപ്പർട്ടി ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളോട് ഇവിടെ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ബേസിന് പാരലായിട്ട് ലൈൻ ഡ്രോ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് നമ്മൾ BC ആയിട്ട് മുകളിൽ നമ്മൾ കണ്ടു അല്ലേ, BC ആയിട്ട് എടുക്കുന്നു. അതിന് പാരലായിട്ട് എയിൽ കൂടെ നമ്മൾ ലൈൻ വരയ്ക്കുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടെ ഇത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുമ്പം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് മെഷർ ചെയ്യുന്നതാണ് അല്ലേ. അതായത് ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് നോക്കിയേ. ഇവിടെ ആംഗിൾ B എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? XABക്ക് ഈക്വലാണ്. കാരണം എന്താണ്? ഇവിടെ ഞാൻ പറഞ്ഞു BCക്ക് പാരലാണ് ഈ ലൈൻ വരച്ചിരിക്കുന്നത്. അതായത് ആംഗിൾ Aയിൽ കൂടെ വരച്ചിരിക്കുന്ന ഈ ലൈൻ BCക്ക് പാരലാണ്. അങ്ങനെയാണെങ്കിൽ AB എന്താണ്? ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ രണ്ട് ലൈൻസ് പാരലാണ്. അതിൻ്റെ ട്രാൻസ്വേഴ്സലിൽ ഈ 2 ആംഗിൾസ് എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഇവിടെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ Bക്ക് ഈക്വൽ ആയിരിക്കും ആംഗിൾ XAB. അതേപോലെ ആംഗിൾ Cക്ക് ഈക്വൽ ആയിരിക്കും ആംഗിൾ YAC. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആംഗിൾ A നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. ആംഗിൾ Bക്ക് പകരം നമ്മൾ XAB കൊടുക്കുന്നു. കണ്ടോ, XAB കൊടുക്കുന്നു. ആംഗിൾ Cക്ക് പകരം നമ്മൾ YAC കൊടുക്കുന്നു. അപ്പോൾ ഇത് 3 എവിടെ വന്നു? സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്തു അല്ലേ. ആംഗിൾ A പ്ലസ് XAB പ്ലസ് YAC എന്ത് വന്നു? 3ഉം കൂടെ സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്തു. അപ്പോൾ ഇതെന്ത് വരും? 180 എന്ന് വരും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതായത് നമ്മൾ BCക്ക് പാരലായിട്ട് Aയിൽ കൂടെ ലൈൻ വരച്ചു. AB ട്രാൻസ്വേഴ്സിലാണ്. സോ ആംഗിൾ B എന്ന് പറയുന്നത് XAB ആണ്. ഇവിടെ നമ്മൾ AC ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കുന്നു. അപ്പോൾ ആംഗിൾ Cക്ക് ഈക്വലായിട്ട് ആംഗിൾ YAC വരും. അപ്പോൾ ഈ 3 ആംഗിളുകളും കൂടെ ചേർന്നാൽ എന്താവും? 180 ഡിഗ്രി ആവും. അപ്പം ഇവിടെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? സം ഓഫ് ദി 3 ആംഗിൾസ് ഇൻ എനി ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഏതൊരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ ആംഗിൾസ് ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾസ് എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ ഈക്വലേറ്ററിൽ എടുത്താലും ഐസോസെലസ് എടുത്താലും സ്കെയിലൻ ട്രയാങ്കിൾ എടുത്താലും ഏത് ട്രയാങ്കിൾ എടുത്താലും ആംഗിൾ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അടുത്തത് എക്സ്റ്റീരിയർ ആംഗിൾസ്. ദി ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദി എക്സ്റ്റൻഷൻ ഓഫ് എ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദി അതർ സൈഡ് ഈസ് കോൾഡ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ എക്സ്റ്റൻഷനും അതുപോലെ അതർ സൈഡിനും ബിറ്റ്വീൻ ഫോം ആകുന്ന ആംഗിളിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ. ഇവിടെ BC എന്ന് പറയുന്ന സൈഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡായി Dയിൽ മീറ്റ് ചെയ്യുന്നു അല്ലേ. BC എക്സ്റ്റെൻഡ് ആകുന്നു. അതർ സൈഡായ AC. ഇതിന് രണ്ടിനും ബിറ്റ്വീൻ വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ. അതായത് ട്രയാങ്കിളിന് വെളിയിലുള്ള ആംഗിളാണിത്. അതുകൊണ്ടാണ് ഇതിനെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് ആംഗിളാണ് എക്സ്റ്റീരിയർ ആംഗിൾ? ആംഗിൾ ACD ഈസ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ ഇവിടെ ACD എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ A 50 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ആംഗിൾ B നമ്മൾ 60 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിത് എന്ത് പറയാം? 50 പ്ലസ് 60 പ്ലസ് ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. നമ്മൾ മുകളിൽ ആംഗിൾ സം പ്രോപ്പർട്ടി കണ്ടിരുന്നല്ലേ. 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ 180 ആയിരിക്കും. അപ്പോൾ 50 ആംഗിൾ A എന്ന് പറയുന്നത് 50, ആംഗിൾ B എന്ന് പറയുന്നത് 60 പ്ലസ് ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 180. ഈ 15 16 കൂടെ ആഡ് ചെയ്താൽ 110 കിട്ടും.
പ്ലസ് എ സി ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ എ സി ബി എന്ത് വരും? ഈ 180യിൽ നിന്ന് ഈ 110 സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് എ സി ബി. എ സി ബി അപ്പോൾ നമുക്ക് 70 എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇവിടെ എ സി ഡി അപ്പോൾ എന്ത് വരും? ഇത് നമുക്ക് എന്ത് കിട്ടി? 70 എന്ന് കിട്ടി. അപ്പോൾ ഈ എ സി ഡി എന്തായിരിക്കും? ഈ എ സി ബിയും എ സി ഡിയും കൂടെ ചേർന്നാൽ എന്ത് ഫോം ആകും? ഇവിടെ സ്ട്രെയിറ്റ് ആംഗിൾ ഫോം ആകും. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നാൽ 180 ഡിഗ്രി ആയിരിക്കും ഇല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ എ സി ഡി കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ആംഗിൾ എ സി ഡി എന്തായിരിക്കും? എ സി ബി നമുക്ക് 70 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ സി ഡി എന്ന് പറയുന്നത് 180യിൽ നിന്ന് 70 സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് 110 ഡിഗ്രി. ഇവിടെ നമുക്ക് ഈ രണ്ട് ആംഗിൾസും ഈ എക്സ്റ്റീരിയറും ആംഗിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഹിൻറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ആണ് ആംഗിൾ എ സി ബി എന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതുപോലെ എക്സ്റ്റീരിയർ ആംഗിളും എ സി ബിയും കൂടെ 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അപ്പം ഇവിടെ നമുക്കിതാണ് ഹിൻറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് രണ്ടും എന്താണ്? 180 ആണ്. ദാറ്റ് മീൻസ് ഇത് രണ്ടും 180ക്ക് ഈക്വലാണ്. 180ക്ക് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? രണ്ടും ഈക്വലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ആർ എച്ച് എസ് ഈക്വൽ ആണല്ലേ. ആർ എച്ച് എസിൽ 180 ആണ് വന്നിട്ടുള്ളത്. അത് ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാമേ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. പിന്നെന്താണ്? ആംഗിൾ എ സി ഡി പ്ലസ് ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. നോക്കിയാൽ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വലാണ്. അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ഡി പ്ലസ് ആംഗിൾ എ സി ബി എന്ന് എഴുതാം. ഓക്കെ, എൽ എച്ച് എസും ഈക്വലായിരിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഒരേപോലെയുള്ളത് ക്യാൻസലായി പോകും. കാരണം എന്താണ്? ഇതിനെ ഇപ്പുറത്തോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് എ സി ബി ആകും. അപ്പോൾ പോസിറ്റീവ് എ സി ബിയും നെഗറ്റീവ് എ സി ബിയും തമ്മിൽ ക്യാൻസലായി പോകും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എയും ആംഗിൾ ബിയും എന്തിന് ഈക്വലാണ്? ആംഗിൾ എ സി ഡിക്ക് ഈക്വലാണ്. ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് ഏതാണ്? എക്സ്റ്റീരിയർ ആംഗിളാണ്. അപ്പോൾ ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ എന്തിന് ഈക്വലാണ്? ഈ ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ബിയും. അപ്പോൾ ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്തിന് ഈക്വലാണ്? എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് മനസ്സിലായല്ലോ. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇൻറ്റീരിയറിലുള്ള ഈ ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വലാണ്. അതായത് ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആംഗിൾ സം പ്രോപ്പർട്ടി എന്തായിരുന്നു? മൂന്ന് ആംഗിൾസിൻ്റെയും കൂടെ സം 180 ഡിഗ്രി. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ. ഈ ആംഗിള് ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് കൺസ്ട്രക്ഷൻസ് റിലേറ്റഡ് ടു ആൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ട്രയാങ്കിൾസ്. അപ്പം ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. ദാറ്റ് മീൻസ് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി സി എടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് വരും? സിയിൽ നിന്ന് ഈ ഓപ്പോസിറ്റ് സൈഡായ എ ബിയിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ബി എടുത്താൽ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ളത് എന്ത് വരും? ദാ ഇങ്ങോട്ട് വരും അല്ലേ, ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ്, അതിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ.
ഇനി നോക്കിയാൽ ഇനി ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് തരുന്നതെങ്കിൽ ഈ എയിൽ നിന്ന് നമുക്ക് ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. അതായത് ഇത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. ഈ ആംഗിൾ 90 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മളോട് ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് എവിടെയായിരിക്കും വരുന്നത്? ഈ ട്രയാങ്കിളിൻ്റെ വെളിയിലായിരിക്കും വരുന്നത്. എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കണം വരയ്ക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെയായിരിക്കണം വരുന്നത്. ബി സി എന്ത് ചെയ്യണം? ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും കേട്ടോ. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡസ് ദർ എക്സിസ്റ്റ് എ ട്രയാങ്കിൾ ഇൻ വിച്ച് എ സൈഡ് ഈസ് ഓൾസോ ആൻ ആൾട്ടിറ്റ്യൂഡ്. നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ് ആൾട്ടിറ്റ്യൂഡായിട്ട് വരുന്ന ഏതെങ്കിലും ട്രയാങ്കിൾ എക്സിസ്റ്റ് ആകുന്നുണ്ടോ? ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ 90 ഡിഗ്രി ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ എയിൽ നിന്നുള്ള ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ബി തന്നെ ആയിരിക്കും. സിയിൽ നിന്നുള്ള ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബി സി തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് എങ്ങനെയായിരിക്കും? ഒരു സൈഡ് ഏതെങ്കിലും സൈഡുകൾ എന്തായിട്ട് വരും? ആൾട്ടിറ്റ്യൂഡായിട്ട് വരും. അപ്പോൾ നോക്കിയാൽ ട്രയാങ്കിൾ ഹാവിങ് 1 റൈറ്റ് ആംഗിൾ ആർ കോൾഡ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾസ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾസ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ കണ്ടു, ഐസോസെലസ് ട്രയാങ്കിൾ കണ്ടു, സ്കേലൻ ട്രയാങ്കിൾ കണ്ടു, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കണ്ടു. ഇനി വേറെ ഏതെങ്കിലും ട്രയാങ്കിൾ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ട്രയാങ്കിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്ത്? ഈക്വലേറ്ററലും ഐസോസെലസും നമ്മൾ അതിൻ്റെ സൈഡ്സിൻ്റെ ഈക്വാലിറ്റി വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഐസോസെലസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും 2 സൈഡുകൾ ഈക്വൽ ആയിരിക്കും. സ്കേലൻ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3 സൈഡുകളും ഡിഫറൻ്റ് ആയിരിക്കും. അതായത് 3 സൈഡ്സിൻ്റെ ലെങ്ത് ഡിഫറൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ് നമ്മൾ ഈ ട്രയാങ്കിൾസുകളെല്ലാം സൈഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിന് പേര് നൽകിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ആംഗിൾസിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും ക്ലാസിഫിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമ്പോൾ അപ്പോൾ ആംഗിൾസ് വെച്ച് നമ്മൾ മുകളിൽ കണ്ടു. ഒരാംഗിൾ റൈറ്റ് ആംഗിൾ ആയിക്കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കും? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് നമ്മൾ വിളിക്കും. ഇനി ആംഗിൾസിൻ്റെ മെഷറിനെ ബേസ് ചെയ്ത് വേറെ ഏതെങ്കിലും ടൈപ്പ് ട്രയാങ്കിൾസ് ഉണ്ടോ എന്നാണ് ഇനി നോക്കുന്നത്. എ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാങ്കിൾസ് ബേസ്ഡ് ഓൺ ദെയർ ആംഗിൾ മെഷേഴ്സ് ഈസ് എ അക്യൂട്ട് ആംഗിൾഡ്, റൈറ്റ് ആംഗിൾഡ് ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഏതൊക്കെയാണ്? അക്യൂട്ട് ആംഗിൾഡ്, റൈറ്റ് ആംഗിൾഡ് ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. ആംഗിൾസിനെ ബേസ് ചെയ്തുള്ളത് ഇതൊക്കെയാണ്. സൈഡ്സിനെ ബേസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? ഈക്വലേറ്ററൽ, ഐസോസെലസ്, സ്കേലൻ. ആംഗിൾസിനെ ബേസ് ചെയ്ത് അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾഡ് ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. Right angle triangle, it is a right triangle with a 1 right angle. Similarly, an obtuse angle triangle has 1 obtuse angle. Obtuse angle triangle പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ കാണും. മുകളിൽ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ഇത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതിൽ ഈ ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ബാക്കി ഇത് രണ്ടും അക്യൂട്ട് ആംഗിൾസ് ആണ് കേട്ടോ. അപ്പോൾ റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിളിൽ ഒരു റൈറ്റ് ആംഗിളേ കാണത്തുള്ളൂ. ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിളിൽ ഒരാംഗിൾ ഒബ്റ്റ്യൂസ് ആയിരിക്കും. ഇനി അക്യൂട്ട് ആംഗിളിൽ നമുക്കൊന്ന് നോക്കാം. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 3 ആംഗിൾസും എന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതൊരു ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. ഇത് 90 ഡിഗ്രിയെക്കാട്ടിൽ കുറവാണ്, ഇതും 90 ഡിഗ്രിയെക്കാട്ടിൽ കുറവാണ്, ഇതും 90 ഡിഗ്രിയെക്കാട്ടിൽ കുറവാണ്. അപ്പോൾ അക്യൂട്ട് ആംഗിളിൻ്റെ പ്രത്യേകത ഓൾ 3 ആംഗിൾസ് ആർ അക്യൂട്ട് ആംഗിൾസ്. ഇത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചോണം, MCQs ആയിട്ടൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.